Hi, Namaste. Welcome back, viewers. Welcome back to my channel, Vintage. ഇന്നത്തെ ക്രൂഡ് ഓയിലിൻ്റെ മൊമെൻ്റാണ്. കണ്ടിന്യൂവേഷൻ ആയിട്ട് മാർക്കറ്റ് 3 ദിവസമായിട്ട് ഡൗൺ ട്രെൻഡ് ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 16th ജൂണിലെ പെർഫോമൻസ് ആണ്. മാർക്കറ്റ് ഇന്നലെ ഡൗൺ സൈഡ് കണ്ടിന്യൂ ആയിരുന്നെങ്കിലും വലിയൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നില്ല ക്രൂഡ് ഓയിലിന്. ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റ് സൈഡ് വേസ് ആയിട്ട് തുടരുകയായിരുന്നു. 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ അത് കറക്റ്റായിട്ട് ആക്യുറസി ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇന്നും നമുക്ക് മോർണിംഗിലൊക്കെ സൈഡ് വേസ് ആയിരുന്നു. 12:40 ശേഷം മാർക്കറ്റ് നല്ലൊരു ഡൗൺ സൈഡ് പോയി നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് പുട്ട് സൈഡിൻ്റെ 7,700 നമുക്ക് എൻട്രി പി സൈഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 12:40 ശേഷം മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. ലാസ്റ്റ് വന്ന സിക്കിൾ പ്രകാരം 5 മിനിറ്റ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 12:40 128 എൻട്രി തന്ന മാർക്കറ്റ് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് 292 വരെയൊക്കെ പോയിട്ടുണ്ട്. നല്ലൊരു എൻട്രി ആയിരുന്നു. കൂടുതലും ആക്യുറസി നമുക്ക് 15 ആണ്. 5 നമുക്ക് സ്കാൽപ്പിംഗ് ആണ്. 5ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സിക്കിളിൽ ഫേക്ക് ട്രേഡുകൾ വരും. നമുക്ക് ഏതാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത് കൺഫ്യൂസിങ് വരും. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൽ ലാസ്റ്റ് വന്ന് ബൈ എൻട്രി സിഗ്നൽ കൺഫേം ആയി റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യായിരുന്നു. അവിടുന്ന് സെക്കൻഡ് ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് ഔട്ട് പോയി അവിടുത്തെ മാർക്കറ്റ് അടിച്ചു കയറുകയായിരുന്നു. നല്ലൊരു ട്രേഡായിരുന്നു. ഇപ്പം മാർക്കറ്റ് പുൾ ബാക്ക് ആണ്. പക്ഷേ സെൽ സൈഡിലേക്ക് മാറിയിട്ടില്ല. തിരിച്ച് മാർക്കറ്റ് കയറുമെന്ന് പറയുന്നുണ്ട്. അപ്പം വർക്കൗട്ട് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഇന്നത്തെ ക്രൂഡ് ഓയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പുതുതായിട്ട് നമുക്ക് മാർക്കറ്റ് ഒരു സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് തന്ന സെൽ ഇൻഡിക്കേഷനാണ് നമുക്ക് മേളിൽ കൊടുത്തിരിക്കുന്നത്. 15 മിനിറ്റ്സിൽ നമുക്ക് ലാസ്റ്റ് തന്ന സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ടൈം, എൻട്രി പോയിന്റും ടാർഗറ്റുകൾ താഴെ 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പഴയ സിഗ്നൽ കണ്ടിന്യൂഷൻ പോകുന്നുണ്ട്. ഓൾറെഡി ടാർഗറ്റ് എന്ന 3 ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് നമുക്ക് 3 ടാർഗറ്റ് കഴിഞ്ഞിട്ട് റീ എൻട്രി ആണ് തരുന്നത്. അപ്പം ഇന്നത്തെ ട്രേഡ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂഷൻ ആയിട്ട് സെൽ പോയത് കൊണ്ട് നമുക്ക് ഫസ്റ്റ് മോർണിംഗ് ട്രെയിലിൽ സൈഡ് വേസ് തന്നു. വോളിയം ഉണ്ടായിരുന്നില്ല. എക്സ്ട്രാ കളർ അവിടെ കാണിച്ചു തന്നു. അപ്പോൾ നെക്സ്റ്റ് സപ്പോർട്ട് ലെവലിൽ ഇവിടെ ബ്രേക്കിന് ശേഷമാണ് താഴെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ആ ലെവലിൽ നമുക്ക് എൻട്രി എടുക്കാം. അവിടുന്ന് മാർക്കറ്റ് ഇപ്പോഴും മാർക്കറ്റ് ഇറങ്ങി. പക്ഷേ ചെറുതായിട്ട് ഇവിടൊരു പുൾ ബാക്ക് കാണുന്നുണ്ട്. നമുക്ക് 1 മിനിറ്റ് 5 മിനിറ്റ്സും സൈഡ് വേസും ബുള്ളിഷ് ട്രേഡിലേക്കും നമുക്ക് പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡ് വേണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 5 മിനിറ്റ്സിലെ ട്രേഡ് ഞാൻ കാണിച്ചു. 5 മിനിറ്റ്സിൽ നമുക്ക് ഇന്ന് മോർണിംഗ് തൊട്ട് നമുക്ക് ഒരു സെല്ല് വന്നു, തിരിച്ച് ബൈ വന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ സെല്ല് വന്ന് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് കട്ട് ചെയ്ത്. ഇപ്പോൾ ലാസ്റ്റ് വന്ന് എൻട്രി പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് 12:40 സ്റ്റിക്കിൽ തന്ന് എൻട്രി പോയിന്റും ടാർഗറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്ക് സപ്പോർട്ട് സ്ട്രോങ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാം. സിക്കിൾ വന്ന് സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് നല്ല രീതിക്ക് ഇറങ്ങിപ്പോയി. ഇപ്പം മാർക്കറ്റ് ചെറിയൊരു പുൾ ബാക്ക് ആണ്. പക്ഷേ ബൈ സൈഡിലേക്കുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ട്രെൻഡ് കാണിച്ചിട്ടില്ല. പക്ഷേ മാർക്കറ്റ് തിരിച്ചു കയറി. ഇപ്പം ഇത്രയും വന്ന ഡൗൺ സൈഡിൻ്റെ ഒരു പെട്ടെന്നൊരു തിരിച്ചു കയറ്റമാണ്. പക്ഷെ അത് ബൈ എടുക്കണ്ട എന്ന് തന്നെ സോഫ്റ്റ് പറഞ്ഞിട്ടുണ്ട്. താഴത്തെ ബാർക്കൾ റെഡ് ആഴ്ചയ്ക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ എക്സിറ്റ് ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ ട്രെൻഡും കൂടെ റിവേഴ്സ് ആകും നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എക്സിറ്റ് ചെയ്ത് പോകാം. ഇപ്പോൾ എക്സ്ട്രാ കളർ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരെ വെയിറ്റ് നമുക്ക് ഇത്രയും കയറി നമ്മുടെ പ്രോഫിറ്റ് ലെവൽ കുറയുകയാണെങ്കിൽ തിരിച്ച് നമുക്ക് ട്രെൻഡ് റിവേഴ്സ് ആകുമ്പോൾ നമുക്ക് അവിടെ അറിയാൻ പറ്റും. അവിടുന്ന് ട്രെൻഡ് നമുക്ക് സൈഡിൽ 1 മിനിറ്റിൽ പെട്ടെന്ന് റിവേഴ്സ് ആകുന്ന സൈഡിൽ ട്രെൻഡായിട്ട് കാണിച്ചു തരും. അപ്പോൾ നമുക്ക് അവിടെ എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എക്സ്ട്രാ കളർ ഒരു വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് നമുക്ക് 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 100 പോയിന്റ്സോളം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എൻട്രി ആയിരുന്നു. സപ്പോർട്ട് സ്ട്രോങ് ആയിരുന്നു. നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ കൂടുതലും ആക്യുറസി നമുക്ക് 15 ആണ്. 15ൽ ട്രേഡിലൊക്കെ കറക്റ്റായിട്ട് അവോയ്ഡ് ചെയ്തിട്ടാണ് ട്രേഡ് തരുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വന്ന സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നല്ലൊരു ഡൗൺ സൈഡിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു ഇന്ന് 12:40 ശേഷം. അത് പ്രകാരം 7,700 പി സൈഡ് എടുത്തു വെച്ചതാണ്. അതിൽ 15ൽ നോക്കുകയാണെങ്കിൽ 15ൽ ലാസ്റ്റ് വന്ന ബൈ സൈഡ് 1 മണിക്ക് ശേഷം തന്നാണ് അതിൻ്റെ എൻട്രി. ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല 78 പോയിന്റ്സോളം മാർക്കറ്റ് ഇപ്പോൾ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അതിന് മുമ്പ് എക്സിറ്റ് ആയിരുന്നു. ഇവിടെ ട്രെൻഡ് റിവേഴ്സ് ആണെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ലെവലിൽ എക്സിറ്റ് ചെയ്യാം. പക്ഷേ 3 ടാർഗറ്റ് ഇത് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എൻട്രി ആണ്. അപ്പോൾ താഴത്തെ ഗ്രീൻ കളർ കണ്ടിന്യൂഷൻ ആണെങ്കിൽ നമുക്ക് മാർക്കറ്റ് ബൈ സൈഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രേഡ് മിസ്സായാലും ഇപ്പോൾ അടുത്ത ട്രേഡ് നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് റിട്രേസ്മെൻറ്റിൽ നിന്ന് നമുക്ക് പുൾ ബാക്കിൽ നിന്ന് നമുക്ക് പിന്നെ നെക്സ്റ്റ് കട്ട് ചെയ്യാം. അതായത് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ലെവലിൽ നമുക്ക് അടുത്ത ട്രേഡ് എടുക്കാവുന്നതാണ്. ആ സമയത്ത് സോഫ്റ്റ് നെക്സ്റ്റ് റീ എൻട്രി നമുക്ക് ഈ കോർണറിൽ തരും. അവിടെ നമുക്ക് അടുത്ത എൻട്രി എടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യാവുന്ന ലൈവ് പെർഫോമൻസ് നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.